C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ശ്രീലക്ഷ്മി, താനെന്താ എങ്ങോട്ടാ പോകുന്നത്? സർ, താൻ പൂജാ സാധനങ്ങൾ വാങ്ങാൻ പോയതല്ലേ? എന്നിട്ട് എവിടെ? സർ, ഞാനത് മറന്നുപോയി സർ. മറന്നുപോയെന്നോ? താൻ എന്താ ഈ പറയുന്നത്? സർ, ഞാൻ വേറെ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ച്. തുടങ്ങിയോ താൻ വീണ്ടും? ശ്രീലക്ഷ്മി, നമ്മൾ എന്തിനാ ഇവിടെ വന്നേന്നുള്ള കാര്യം താൻ മറന്നു? ആവശ്യമില്ലാത്ത തൻ്റെ ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റി റിലാക്സ് ചെയ്യാനാണ് തൻ്റെ ആഗ്രഹപ്രകാരം നമ്മൾ ഇത്ര ദൂരം ട്രാവൽ ചെയ്ത് ഈ ക്ഷേത്രത്തിലേക്ക് വന്നത്. താൻ ഈ ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞ് ഒന്ന് സ്ട്രെസ് ഫ്രീ ആവും. ഇങ്ങനെയാണെങ്കിൽ വീട്ടിൽ തന്നെ എഴുതാൻ മതിയായിരുന്നല്ലോ. ഞാൻ ശ്രമിക്കാം സർ. ഇങ്ങനെയാണോ ശ്രമിക്കുന്നത്? ഓഫീസിലാണെങ്കിൽ താൻ എപ്പോഴും എന്തൊക്കെ അന്വേഷിച്ചുകൊണ്ടും എന്തൊക്കെ ഓർത്ത് മറ്റെന്തൊക്കെ പ്രവർത്തിച്ചു കൂട്ടും. വീട്ടിലായാലും അത് തന്നെ. ഈ ക്ഷേത്രത്തിലേക്കും താൻ വന്നത് അതിനുവേണ്ടി തന്നെയാണോ? അതെ സർ, ഞാൻ ഇവിടെ വന്നതും അതേ അന്വേഷണത്തിന് തന്നെയാണ്. താനെന്താ ഒന്നും മിണ്ടാത്തത്? രാഗസത്തെക്കുറിച്ച് സാറിനോട് പറഞ്ഞാലോ? വേണ്ട സാർ ഇപ്പം തന്നെ എന്നോട് ദേഷ്യത്തില്ല. ഇനി ഞാൻ രാഗസതയെക്കുറിച്ചുകൂടി പറഞ്ഞാൽ അത് രവി സാർ എങ്ങനെ എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. സോറി, തനിക്ക് ഞാൻ പറഞ്ഞത് വിഷമമായോ? അയ്യോ സാർ എന്തിനാ സോറി പറയുന്നേ? തന്നെ ഹാപ്പി ആയിട്ട് കാണാനാണ് എനിക്കിഷ്ടവും ആഗ്രഹവും. അറിയാം സാർ. താനിങ്ങനെ ഓഫ് മൂഡിലാണെങ്കിൽ ഐ ഫീൽ ബാഡ്. എന്തു പറ്റും എനിക്ക്? പറയും. തന്റെ വിഷമങ്ങളൊന്നും എന്നോട് ഷെയർ ചെയ്യാൻ പറ്റാതായോ? അയ്യോ, അങ്ങനെയല്ല സർ. എന്റെ മനസ്സിലങ്ങനെ വിഷമങ്ങളൊന്നുമില്ല. ശരി, വാ നമുക്ക് തൊഴാനായിട്ട് കയറാം. സമയം ഒരുപാടായി. അയ്യോ സർ, ഞാൻ പൂജ സാധനങ്ങൾ വാങ്ങിയിട്ടില്ല. ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. താനോ? നോ വേ. താൻ ഇവിടെ നിൽക്കേ, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. താൻ ഇവിടെ തന്നെ നിൽക്കണം. ഓക്കെ? ശരി സർ. ദേവി, രാജനന്ദിനിയായി ജീവിച്ച് ആ കാലത്തിൽ ഞാൻ മരണപ്പെട്ടു. പക്ഷേ ശ്രീലക്ഷ്മിയായി എനിക്ക് വീണ്ടും ജന്മം തന്നു. എന്റെ പ്രാണന് തുല്യം ഞാൻ സ്നേഹിച്ച എന്റെ രവി സാറിനെ രണ്ടാം ജന്മത്തിലും എനിക്ക് എന്റെ ഭർത്താവായി തന്നെ തിരികെ തന്നു. ഇതൊക്കെ ഞാൻ ചോദിക്കാതെ ദേവി എനിക്ക് തന്ന വരങ്ങളാണ്. രാഗസുതെ തേടി ഇവിടെ ദേവിയുടെ മുന്നിലെത്തിയ എന്റെ മുന്നിലേക്ക് രാഗസുത എത്തുന്ന നിമിഷത്തിനായാണ് ഞാൻ കാത്തു നിൽക്കുന്നത്. എന്റെ അനിയത്തെ എന്റെ കൺമുന്നിലെത്തിക്കണേ. ശ്രീലക്ഷ്മി, എല്ലാ കാര്യങ്ങളും താൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു തീർത്താലെങ്ങനെ? താൻ വാ, നമുക്ക് നടയിൽ പോയി തൊഴാം. വാ. രവിചന്ദ്രവർമ്മൻ
നീ കാണുന്നതിന്റെയൊക്കെ അവകാശി. വിശ്വാസം എന്ന 3 അക്ഷരത്തിന്റെ ബലത്തിൽ നീ തുടങ്ങിയതെല്ലാം മരണമെന്ന 3 അക്ഷരം കൊണ്ട് ഞാൻ തീർക്കും. ബർമൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന ഈ ഓഫീസിലേക്ക് വൈസ് പ്രസിഡന്റായി നെഞ്ചു വിരിച്ച് കയറി വരേണ്ട ഞാൻ ഇപ്പൊ വന്നത് ഒളിഞ്ഞും പാത്തും. അതിന് ഒരേ ഒരു കാരണക്കാരൻ നീയാ. അഹങ്കാരത്തിനും ആർഭാടത്തിനും മതിമറന്ന് സർവവും അടക്കി മരിച്ച് എല്ലാത്തിന്റെയും സർവാധിപനായി സിംഹാസനത്തിൽ ഇരിക്കുന്ന നീ സമ്പാദിച്ചതാണോ ഇതൊക്കെ? അല്ല, നിന്നെ സ്നേഹിച്ചതിന് ദാരുണമായിട്ട് നീ കൊന്നുകളഞ്ഞ എന്റെ ചേച്ചിയുടെതാ, രാജനന്ദിനിയുടേത്. നിന്നെ കാണാൻ ഒത്തില്ലെങ്കിലും ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും നിന്നെ വേട്ടയാടി പിടിക്കും ഈ രാഗസുധ. നെഞ്ചു പൊട്ടിക്കരഞ്ഞ് ഈ നാട് വിട്ടുപോയ രാഗസുധ അല്ല ഇത്. ഇനി ഒരിക്കലും കരയില്ല എന്ന് ശപഥം ചെയ്ത രാജനന്ദിനിയുടെ അനിയത്തിയ. എനിക്ക് വേണ്ടത് ജീവനില്ലാത്ത നിന്റെ ഈ ഫോട്ടോയല്ല, ജീവനുള്ള നിന്നെയാണ്. ഇത് നിനക്കുള്ള മരണമുദ്രയാണ് രവി. നിന്റെ ഓരോ ചുവടും മരണത്തിലേക്കാണെന്ന് നിന്റെ സേനാധിപൻ രാജാറാം അറിയാൻ വേണ്ടി ഈ രാഗസുധ പതിപ്പിക്കുന്ന രാജമുദ്ര. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.